പകലന്തിയോളം ജോലി ചെയ്ത് ലഭിക്കുന്ന സമ്പാദ്യത്തിൽ നിന്ന് ചിലവഴിക്കാൻ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട രണ്ട് കൂട്ടരെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. അതിൽ ഒന്നാമത്തെ കൂട്ടർ എന്ന് പറയുന്നത് ചില ഭാര്യമാരാണ്. 3 ഷിഫ്റ്റാണ് അവർ ജോലി ചെയ്യുന്നത്. രാവിലെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഒതുക്കി, ഒരുപക്ഷെ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരുടെ ലഞ്ച് ബോക്സ് ഉൾപ്പെടെ റെഡിയാക്കി കൊടുത്ത്, വീട്ടിൽ മാതാപിതാക്കളുണ്ടെങ്കിൽ അവരുടെ ഭക്ഷണം തയ്യാറാക്കി വെച്ച്, ഇതെല്ലാം ചെയ്തതിന് ശേഷമാണ് ജോലി സ്ഥാപനത്തിലേക്ക് അവർ പോകുന്നത്. എന്നിട്ട് അവിടെ ചെന്ന് അവിടെ അതിനേക്കാൾ ബുദ്ധിമുട്ടുകളും ത്യാഗവും അനുഭവിച്ചുകൊണ്ടാണ് അവർ ജോലി ചെയ്യുന്നത്. അത് കഴിഞ്ഞ് 3ാമതൊരു ഷിഫ്റ്റിലേക്ക് അവർ തിരിച്ചു വരികയാണ് വീട്ടിലേക്ക്. എന്നിട്ട് അവിടെ വീട്ടിലുള്ള സകല വീണ്ടും ആദ്യം മുതലുള്ള പാചകം, പിന്നെ അതിൻ്റെ ബാക്കി പാത്രം കഴുകൽ, അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പലപ്പോഴും ഇത്തരം സ്ത്രീകൾക്ക് റെസ്റ്റ് പോലും മര്യാദയ്ക്ക് എടുക്കാൻ കഴിയാത്ത സ്ത്രീകളുണ്ട്. എന്നിട്ട് അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടാൻ പലപ്പോഴും ഭർത്താക്കന്മാരെക്കാൾ ഏറെ ജോലി ഭാരമുള്ളവരാണ് അവർ. എന്നിട്ട് അവരങ്ങനെ സമ്പാദിക്കുന്ന ആ പണം അങ്ങനെ തന്നെ ഭർത്താവിനെ ഏൽപ്പിക്കണം പോലും. എന്നിട്ട് അദ്ദേഹമാണ് അതിൽ നിന്നൊരു ചെറിയ പൈസ പിച്ച പോലെ ആ സ്ത്രീക്ക് കൊടുക്കുക. എന്നിട്ട് ആ പൈസയിൽ നിന്ന് പോലും സ്വന്തം കുടുംബക്കാർക്ക് എന്തെങ്കിലും ചെലവഴിക്കണമെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ സ്പെഷ്യൽ പെർമിഷൻ വേറെ വാങ്ങണം പോലും. ചില ബിരുദന്മാർ ഒരു പടി കൂടെ കടന്നിട്ടാണ്. ഈ ഭാര്യമാരുടെ ATM കാർഡ് പോലും അവരുടെ പോക്കറ്റിലാവുള്ളത്. ലജ്ജയാവില്ലേ മനുഷ്യരെ നിങ്ങൾക്ക്? നിങ്ങൾ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്? പ്രത്യേകിച്ച് നിങ്ങളുടെ ആൺമക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ എന്ത് മെസ്സേജാണ് പാസ് ചെയ്യുന്നത്? പലപ്പോഴും പല സ്ത്രീകളും ചില പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട് അവരങ്ങ് ജീവിച്ചു പോകുന്നു മാത്രമേ ഉള്ളൂ. ഇനി രണ്ടാമത്തെ കൂട്ടർ എന്ന് പറയുന്നത് ചില ഭർത്താക്കന്മാരാണ്. ആ ഭർത്താക്കന്മാർ പ്രവാസികളിലുണ്ട്, നാട്ടിലെ സർക്കാർ ഉദ്യോഗസ്ഥരിലുണ്ട്, മറ്റു ജോലി ചെയ്യുന്നവരുണ്ട്, ബിസിനസ് ചെയ്യുന്നവരുണ്ട്. അവർ ചോര നീരാക്കി സമ്പാദിച്ച ആ പണത്തിൽ നിന്ന് സ്വന്തം കുടുംബക്കാർക്ക് എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ ഈ ഭാര്യയെ ഒളിച്ചിട്ടാണ് കൊടുക്കുന്നത്. കാരണം ഈ ഭാര്യ അറിഞ്ഞാൽ പ്രശ്നമാണ്. അല്ല, അതൊരു തരത്തിൽ ഈ ഭർത്താവിൻ്റെ കഴിവുകേടാണ്. അത് അദ്ദേഹത്തിൻ്റെ കുഴപ്പം കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്നാണ് ഞാൻ പറയുക. ശരിയാണ്, ഈ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഈ ഭാര്യയുടെ ഉത്തരവാദിത്തങ്ങൾ, മക്കളുടെ പഠനം, വിദ്യാഭ്യാസം, പാർപ്പിടം, സൗകര്യം എന്ന് വേണ്ട എല്ലാ തരത്തിലുള്ള റെസ്പോൺസിബിലിറ്റിയും അദ്ദേഹത്തിനുള്ളതാണെന്നുള്ളത് സത്യമാണ്. പക്ഷെ എന്നാലും അദ്ദേഹം സമ്പാദിച്ച ആ പണം, അദ്ദേഹം ചോര നീരാക്കി ഉണ്ടാക്കിയ ആ പണം എവിടെ ചെലവഴിക്കണം, എങ്ങനെ ചെലവഴിക്കണം, ആർക്ക് കൊടുക്കണ്ട, എപ്പോൾ കൊടുക്കണം എന്ന് തീരുമാനിക്കാൻ, അത് നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് യാതൊരു അവകാശവുമില്ല എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഈ രണ്ട് കൂട്ടരും സ്വന്തം പണം ചിലവഴിക്കാൻ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു പോയ മനുഷ്യരാണ്.